പല അസുഖങ്ങളും നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പ് വൈസ് കാറ്റഗറൈസ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. ഈ ഏജ് ഗ്രൂപ്പിൽ ആ അസുഖം കാണപ്പെടുന്നു എന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ പലപ്പോഴും ആ ഏജ് എന്നുള്ളൊരു ബാർ ഇല്ലാതെയാണ് പല ക്രോണിക് ഡിസീസസും കാണുന്നത്. അത്തരത്തിലൊന്ന് തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അധിക രക്തസമ്മർദ്ദം. ഇപ്പൊ കുട്ടികളിലും ഹൈപ്പർ ടെൻഷൻ കാണപ്പെടുന്നുണ്ട്. അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. അവരുടെ ആ ജങ്ക് ഫുഡ് കൾച്ചർ എത്രയോ വയസ്സാകുന്നവരെ കഴിക്കേണ്ട അത്രയും അളവിൽ അവരുടെ ശരീരത്തിൽ ഉപ്പിന്റെ അളവ് ചെല്ലുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് എൻഹാൻസേഴ്സ് ഇവയെല്ലാം ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ ഭക്ഷണത്തിലെ വന്നിരിക്കുന്ന ഈ ഒരു ക്രമക്കേടെന്ന് തന്നെ പറയാം, അത് നമ്മളുടെ കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ഒരു കാരണമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി തീരെ കുറവാണ്. ഇതും ഹൈപ്പർ ടെൻഷൻ വന്നു ചേരാനുള്ള അവരുടെ ഒരു കാരണം തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അസുഖം വരാനായിട്ട് ഒരു ജനറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ജനിതക ഘടകമുണ്ട്. അപ്പൊ പേരൻസിൽ ഈ ഒരു ടെൻഡൻസി ഉള്ള അല്ലെങ്കിൽ ഈ ഒരു അസുഖം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളിലും ഇത് വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലും ഹൈപ്പർ ടെൻഷൻ സസ്പെക്ട് ചെയ്യുകയും കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്ത് ചെറുപ്രായത്തിൽ തന്നെ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ മരുന്നുകൾ കൊടുത്ത് ബാക്കി ഡയറ്റും റെജിമെനും ഒക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഹെൽത്തി അഡൽട്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും.